ഹായ് അബിത ഋഷി, എല്ലാവർക്കും സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ എപ്പിസോഡ് ഓഫ് മാസ്റ്റർ ക്ലാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് കടലക്കറി, പുട്ട്, മുട്ട വറുത്തത്. ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് കുക്കിംഗ് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ബേസ് മുതൽ പറയണം, സാധാരണ കറി ഉണ്ടാക്കാനാണ് അറിയാത്തത്, അത് പഠിപ്പിച്ച് തരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നാസ്തക്കോ ഡിന്നറിനോ ഒക്കെ പുട്ടും കടലയും എപ്പോൾ നല്ലൊരു ഡിഷാണ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് രണ്ട് തരം കടലക്ക കിട്ടാനുണ്ട്. ഒന്ന് ഇത് കാണുമ്പോൾ നല്ല കറുത്ത കടലക്ക ആയിരിക്കും, ബ്ലാക്ക് കളറിലുള്ള. ഈ കടലക്ക ഇങ്ങനെയായിരിക്കും നമ്മൾ വാങ്ങുന്ന സമയത്ത് ഉണ്ടാവുക. കറുപ്പും ഉണ്ടാവും, ചെന്ന എന്ന് പറയുന്ന വലിയ കടലക്ക ഉണ്ടാവും. ഇത് കൂടുതലും കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന കടലക്കയാണ്, പുട്ട് കടലക്കയുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻസിനാണ് കൂടുതൽ ഇത് ചന്ന ഭട്ടൂര ഇങ്ങനത്തെയൊക്കെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ടിപ്പിക്കൽ റെസിപ്പി ആണെങ്കിൽ ഈ കറുത്ത കടലക്കയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 250 ഗ്രാംസ് ഉണ്ടെങ്കിൽ ഒരു നേരത്തേക്ക് ഒരു 6 ആൾ 5 ആളൊക്കെ ഉള്ള ഫാമിലിയിലേക്ക് മതിയാവും. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ തലേന്ന് രാത്രി തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഈ വെള്ളത്തിലിട്ട് വരുന്ന സമയത്ത് ഇത് ബ്ലോട്ടപ്പ് ചെയ്യും. ഇതേമാതിരി ഇങ്ങനെ ബ്ലോട്ടപ്പ് ചെയ്യും. ഇങ്ങനെ ബ്ലോട്ടപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കടലക്ക വേണ്ടത്. അത് കുക്ക് ചെയ്യാൻ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യായിരിക്കും ഏറ്റവും എളുപ്പം. വേഗം ആവണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഈ കടലക്ക നമുക്ക് ഈ കറുപ്പ് കടലെണ്ണ പൊടി ഉണ്ടാക്കാം. ഞാൻ രണ്ട് കടലെണ്ണ പൊടി നമുക്ക് ചെയ്യാം. ഞാൻ കറുപ്പ് കടലക്ക ആണ് ഇന്ന് ടിപ്പിക്കലായിട്ടുള്ളത് ഞാൻ പറയാൻ കാരണം, ഈ കടലക്ക ഒരാവശ്യത്തിന് ഇതിപ്പോൾ ഒരു കുറച്ച് കടലക്കയുള്ളൂ. ഞാനൊരു 100 ഗ്രാംസേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, 150 ഗ്രാംസ് കടലക്ക ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കടലക്ക ഇടാം. അതിലേക്ക് കുറച്ച് മസാലകൾ, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് ഈ AR ഫ്ലേവർ മസാല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാലപ്പൊടിയുണ്ട്. അത് എല്ലാത്തിനും, എല്ലാ ബ്രൗൺ കളർ കറീസിനും ഇതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു നല്ലോണം ഒരു കയ്യിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഈ പൊടി ഇടാം, AR ഫ്ലേവർ മസാല. പിന്നെ അതിലേക്ക് നമുക്കൊരു ഫുൾ ഉള്ളി ഒന്ന് മുറിച്ചിടാം. ഉള്ളി, ഒരു 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട്, പിന്നെ ഒരു 1-1.5 ഇഞ്ച് പീസ് ഇഞ്ചി, ഇത്ര മതി, കുറച്ച് കടലക്കേ ഉള്ളൂ. ഒരു 1.5 ഇഞ്ച് പീസ് ജിഞ്ചറും ഒന്നിക്ക് ചതുക്കിയിടുക, അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ഇത് ബൈറ്റ് സൈസായി പോണത്. ചെറുതായിട്ട് ഇഞ്ചി ഇടുക. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കടലക്ക വേവാൻ മാത്രമുള്ള വെള്ളം വേണം കേട്ടോ. ഈ കടലക്ക ഒന്ന് വേവിച്ചെടുക്കും. കടലക്കയിൽ മല്ലിപ്പൊടിയും നമ്മുടെ AR ഫ്ലേവറിൻ്റെ മല്ലിപ്പൊടി, ഇനി അഥവാ ആ മല്ലിപ്പൊടി ഇല്ലെങ്കിൽ ഇനി മീറ്റ് മസാല വറുത്ത മല്ലിപ്പൊടി ആവണം, പച്ചപ്പൊടിയല്ല. നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുന്ന മല്ലിപ്പൊടിയില്ലേ, മുളക്, മഞ്ഞൾ, മല്ലി എല്ലാം കൂടി കൂട്ടി വറുത്തിട്ട് ഒരു മീറ്റ് മസാല പോലെ ആക്കി വെക്കൂലേ, ഒന്നിക്ക് അങ്ങനത്തെ ഒരു മസാല ഇട്ട് കഴിഞ്ഞാൽ കടലക്ക ഈസ് മോർ നിയർ ടു മീറ്റ്. കടലക്ക കറി അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിക്കൻ കറിക്ക് പകരം കടലക്ക കറി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ കടലക്കയ്ക്ക് ആ ചിക്കൻ്റെ മസാല ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊന്ന് ആ പൊടിയും പിന്നെന്താ ഇഞ്ചിയും പച്ചമുളകും ഉള്ളി ഇട്ടിട്ട് കടലക്ക ഒന്ന് കടലക്കയ്ക്ക് നല്ലോണം വേവുണ്ട്. അതുകൊണ്ട് കടലക്ക പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 3 to 4 വിസിൽസ് വരെ എടുത്തതിൻ്റെ ശേഷം ആണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും. ഇപ്പോൾ ഇത് ഞാൻ ഈ കടലക്ക ഈ ചട്ടി തന്നെ വേവിച്ചെടുത്തത്, പക്ഷെ ഒരുപാട് സമയം വേവും. അതിന് പകരം കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലടിച്ച് എടുക്കുക. അപ്പോൾ നല്ലോണം കടലക്ക വെന്തതിൻ്റെ ശേഷം ഒരു ഓൾമോസ്റ്റ് ഡൺ ആകുമ്പോൾ നല്ലൊരു തക്കാളി അതിലേക്ക് കടലക്കയിലേക്ക് മുറിച്ചിടാം. തക്കാളി ഒന്ന് അതിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരും. ഈ സമയത്താണ് നമുക്ക് ഉപ്പിടേണ്ടത്. കടലക്ക നമ്മൾ കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്തോ നമ്മൾ സാധാരണ ഉപ്പിടൂല. വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉപ്പിടുക.
സാധാരണ എനിക്കറിയില്ല അതിൻ്റെ ശാസ്ത്രം എന്താണെന്നുള്ളത്. ഒരു പറയ എന്താണെന്ന് വെച്ചാൽ പയറുകൾ വേവാൻ സമയമെടുക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ. ഉപ്പ് പിന്നീട് ഇടുന്നാൽ നല്ലതെന്നാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ട് ശരിക്കും പറയാൻ എനിക്കറിയില്ല. ഇനി കടലക്കറി ഇതിലേക്ക് ഇതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. കടലക്കറീനെ നമ്മളെപ്പോഴും കേരളക്കാർക്ക് എല്ലാത്തിനും കുറച്ച് തേങ്ങ വേണം. ഒന്നിക്ക് തേങ്ങ പാല് വേണം, അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചത് വേണം, അല്ലെങ്കിൽ തേങ്ങ അരച്ചത് വേണം. ഇതിലേക്ക് നമുക്ക് എങ്ങനെയാവാം തേങ്ങ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ഈ തേങ്ങ പച്ചയിൽ അരച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ, ഇതിൽ നിന്ന് കട്ടിയുള്ള പാലെടുത്ത് ആ പാൽ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ 2 ഫ്ലേവറും ഒരേ മതിയായിരിക്കും. പക്ഷേ ഈ തേങ്ങ റോസ്റ്റ് ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ചീഞ്ചട്ടിയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് ഗോൾഡൻ കളറായി എന്നിട്ട് അരച്ചാൽ വേറെ ഫ്ലേവർ. അപ്പം ഇപ്പം നമുക്ക് ഒരുപാട് സമയമില്ല, പെട്ടെന്ന് കുക്ക് ചെയ്യണം, പിന്നെ കുറച്ച് അധികമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് വേഗം ഉണ്ടാക്കണം. പണ്ടത്തെ മാതിരി ഒരുപാട് സമയമില്ലല്ലോ ആൾക്കാർക്ക്, സമയമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ പച്ച തേങ്ങാപ്പാലെടുത്തിട്ട് കടലക്കറി ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ വേണ്ട, തേങ്ങ നല്ലോണം അരച്ചിട്ട് ഒഴിക്കാം. ഓക്കെ, ഈ തേങ്ങ ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കും. ഈ കടലക്ക തക്കാളി ഇട്ടിട്ട് കടലക്ക ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുട്ടുണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ മുന്നേ ഞാനൊരു പുട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പുട്ടിൻ്റെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ബാക്കോട്ടേക്ക് പുട്ടും ചെറുപയറും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇറച്ചിപ്പുട്ടും ചെറുപയർ കറിയും അതിൽ പുട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പുട്ട് പറഞ്ഞുതരാം. പുട്ടിൻ്റെ പൊടി സാധാരണ കുറച്ച് റവ പോലെയുള്ള പൊടി ഉണ്ടാവും. ഇത് തരിയുണ്ട്, വെറും നേര് പൊടിയല്ല, റവ പോലെ ഉണ്ടാവണം, കുറച്ച് കോസാവണം. ഇങ്ങനത്തെ പൊടിയാണ് ഏറ്റവും നല്ലത് പുട്ടിന്. അപ്പോൾ ഈ പുട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം. പുട്ട് നനയ്ക്കാൻ നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം വേണം. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിടുക, കല്ലുപ്പാണ്, വെള്ളത്തിൽ ഉപ്പിടുക. ആ ഉപ്പൊന്ന് നല്ലോണം മിക്സ് ആയതിൻ്റെ ശേഷം ഒരു റൂം ടെമ്പറേച്ചർ വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. പുട്ടിൽ ഇങ്ങനത്തെ പുട്ടുപൊടി കുഴയ്ക്കുമ്പോൾ ഇത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ പൊതിർത്തിയിടുക. കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ച് കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പുട്ട് ഉണ്ടാക്കുമ്പോൾ പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു മെത്തേഡ് ഓഫ് ഡൂയിങ്. ഒന്നിക്ക് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക, എന്നിട്ട് പുട്ട് ചുടുക. എല്ലാം നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ പുട്ടിൻ്റെ പൊടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് വെള്ളം ഇപ്പോൾ അബ്സോർബ് ആവും. ഇതിപ്പോൾ വെറ്റായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇത് വെറ്റാണ് ഇപ്പോൾ, പക്ഷെ ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം കംപ്ലീറ്റ്ലി ഈ പൊടി അബ്സോർബ് ചെയ്യും, ഈ ഉപ്പ് വെള്ളം. ഓക്കെ, 2 മിനിറ്റ്സ് പുട്ട് നമുക്ക് അവിടെ വെള്ളത്തിലിട്ട് വെക്കാം. കടലക്ക ഒന്ന് നല്ലോണം തക്കാളി ഒന്ന് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് തേങ്ങ വറുത്തിട്ടില്ല കേട്ടോ, തേങ്ങ പാലെടുക്കുക ചെയ്തത്. തേങ്ങ പാലെടുക്കുക, അല്ലെങ്കിൽ അരച്ചിട്ട് വിടാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ഹെൽത്ത് എല്ലാം പേടിച്ച് കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ടേസ്റ്റ് എപ്പോഴും നല്ലോണം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ചുവന്ന മുളകും ഇട്ടിട്ട് ഒന്ന് കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടാവട്ടെ. പുട്ടിൻ്റെ കുറ്റി ചൂടായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. കറി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടിലേക്ക് പോവാം. ഇതിലേക്ക് എണ്ണ നല്ലോണം ചൂടാകുന്ന സമയത്ത് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വരണം കേട്ടോ. കടുക് എപ്പോൾ പൊട്ടണം. കടലക്കയിൽ ആവശ്യമുള്ള പുട്ടിനാകുമ്പോൾ എപ്പോൾ കുറച്ച് ഗ്രേവി വേണം. പുട്ട് എപ്പോഴും ഡ്രൈ ആണല്ലോ, അപ്പോൾ ആവശ്യമുള്ള ഗ്രേവി വേണം. തേങ്ങാപ്പാലോ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രേവി കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞതിന് ശേഷം തൽക്കാലം ഓഫ് ചെയ്ത് വെക്കുക. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ഉള്ളൂ. ഇനി ഒന്ന് നമുക്ക് ഈ കരിവേപ്പിലയും ഇതും ഇട്ട് തൂമിച്ചതിൻ്റെ ശേഷം തേങ്ങാപ്പാൽ കൊടുത്തതിന് ശേഷം കടലക്കറി ഫിനിഷ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. എല്ലാ കടുകുമണിയും പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോൾ പറയാറുണ്ട്, കടുകിൻ്റെ ആ പൊട്ടിയിട്ട് വരുന്ന ആ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. ഇനി ബാക്കിയുള്ള സാധനമൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തീയായിട്ട് പൊന്തും. നല്ലോണം മുളക് അതിലിട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് ഇതിലേക്ക് നല്ല കറി ലീവ്സ് ഇടുക.
ഈ കറി ലീവ്സ്, ഈ മുളക്, ഈ കടുക്, ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെ തൂമിക്കുക എന്നാണ് പറയുക, ടെമ്പർ ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമ്മുടെ നാട്ടിൽ എന്ത് കറിയും നമ്മൾ തൂമിച്ച് വയ്ക്കുക ചെയ്യുക. അതേമാതിരി നമ്മൾ ഈ കടലക്ക കറിയിലേക്ക് ഇത് ഒഴിക്കുക. ഇൻ കേസ് നമ്മുടെ അടുത്ത് തേങ്ങയൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലും തേങ്ങയൊന്നും ഇല്ലാണ്ട് ഈ കറി ഉണ്ടാക്കാം. ഒന്ന് പൊടിയിട്ട് വേവിച്ചതിന് ശേഷം തക്കാളി കൊടുത്ത്, ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കറിയായിട്ട് യൂസ് ചെയ്യാം. ഇനി തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ വിലാട് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. ഈ ചില ആൾക്കാർക്കൊക്കെ ഇല്ലേ തേങ്ങ വലിയ തേങ്ങൻ്റെ ഈ കറി കട്ടി വേണമെങ്കിലില്ലേ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കടലക്ക എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ കടലക്ക കറിക്ക് നല്ല കട്ടി കൂടും. ഞാൻ ഒന്ന് കുക്ക് ചെയ്ത് തേങ്ങാപ്പാൽ വെച്ചിട്ട്, സാധാരണ ഞാൻ പറയാം തേങ്ങാപ്പാൽ വെച്ച് കുക്ക് ചെയ്യരുത് എന്നാ പറയാ. ഇത് ഈ പ്രാവശ്യം ഞാൻ തേങ്ങാപ്പാൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്ത്, പക്ഷെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ റിസർവ് വെച്ച്. ഓക്കെ, ഈ സാധാരണ തേങ്ങാപ്പാൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിരിത്തു പോകും, കുറച്ചൊരു പിരിവിരി പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു തേങ്ങാപ്പാൽ റിസർവ് വെച്ച് കഴിഞ്ഞ് അത് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒന്ന് കൊടുത്ത് അതൊന്ന് ഫിനിഷ് ചെയ്താലേ ആ പിരി അറിയൂല. ഓക്കെ, അപ്പം നല്ല കട്ടിയുള്ള കടലക്ക കറി റെഡി. ഇനി അഥവാ വെള്ളം കൂടിപ്പോയി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, അഥവാ കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയാലേ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിക്ക് വറ്റിക്കുക, അല്ലെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. തിക്കനിങ് ആണ്. കോൺഫ്ലവർ ഒക്കെ ഇട്ട് നമ്മൾ കട്ടി കൂട്ടൂലേ, അതേമാതിരി ഒരു തിക്കനിങ് ഏജന്റാണ്. ഓക്കെ, അപ്പോൾ കടലക്കറി അടക്കിട്ട് നമുക്ക് വേഗം പുട്ട് റെഡിയാക്കാം. ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ച്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ശരിക്കും 50% നനഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 50% നനയ്ക്കേണ്ടത്, 2 പ്രാവശ്യം നനയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ആവി കൊള്ളിക്കണം. അതായത് നമ്മളിതിപ്പോൾ 2 വേ ഓഫ് മേക്കിംഗ് പുട്ട് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞത് പുട്ട് വെള്ളത്തിലിട്ട് കുഴച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്തതിൻ്റെ ശേഷം എടുത്ത് ചൂടാം. അല്ലെങ്കിൽ ഇത് വേറൊരു മെത്തേഡാണ്. ഇത് 2 പ്രാവശ്യം കുത്തിയെടുക്കണം. ആദ്യം തേങ്ങ ഇല്ലാണ്ട് ഇട്ടിട്ട് കുത്തിയെടുക്കും, അത് എന്നിട്ട് പിന്നെ രണ്ടാമതും നനച്ച് തേങ്ങയൊക്കെ ഇട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരി. ഇപ്പോൾ ഈ പുട്ടിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവൻ്റെ മണി ഇടുന്നുണ്ട്. ഈ ഉലുവ വേവുന്ന സമയത്തില്ലേ അതിൻ്റെതായ ഒരു ആവി പുട്ടിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഒരു പഞ്ച് ഫ്ലേവർ അതിലേക്ക് വരും എന്ന് പറയുന്നത്. ഐ തിങ്ക് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഇടുന്നത് കണ്ടിട്ടാണ് ഞാനും ഇടുന്നത് കേട്ടോ. എനിക്കതിൻ്റെ ബാക്കി ബെനിഫിറ്റ് ഒന്നും പറയാൻ അറിയില്ല. ഇനി ഈ കുഴച്ച് വെച്ച പൊടി നമുക്ക് ഒന്നും കൂടി കുറ്റിയിലിട്ടിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് വീഴണം കേട്ടോ. അത് നനവ് കൂടുതലായി കഴിഞ്ഞാൽ ആവി വരില്ല. ഈ പുട്ടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ആദ്യമായിട്ടൊക്കെ പുട്ടുണ്ടാക്കുന്ന ആൾക്കാർക്കില്ലേ പുട്ടിന് ആവി വരില്ല. ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പോയി പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, സക്സസ് ആയിട്ടില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. സ്ലോലി ഐ കെയിം ടു നോ ദ മിസ്റ്റേക്ക്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായി വരുന്ന എത്രയോ കൊല്ലത്തെ എക്സ്പീരിയൻസ് കാരണമായിരിക്കും. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ എല്ലാവർക്കും ആയി വരണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം പുട്ടുണ്ടാക്കിയിട്ട് ആവി വന്നിട്ടില്ലെങ്കിൽ അത് സക്സസ് അല്ലാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് 2-3 പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഞാൻ പുട്ടുണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കാലം പുട്ടുണ്ടാക്കേണ്ടതെന്ന് ഞാനും. പക്ഷെ മെല്ലെ ചെയ്ത് പിന്നെ അത് ശരിയായി. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് എല്ലായിടത്തും ആവും ഈ പൊടി ഭയങ്കര കോതായതുകൊണ്ട്. അപ്പോൾ ഒരു നല്ല ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിച്ച് വെച്ചിട്ട് പുട്ടിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം പേപ്പർ ഉരുട്ടി കളഞ്ഞാൽ മതി, അല്ലാണ്ട് ഇത് ക്ലീൻ ആക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ പുട്ട് ചൂടുള്ള ഉലുവട്ടെ ഈ വെള്ളത്തിൽ ഈ പുട്ടൊന്ന് ആവി വരട്ടെ. ഒന്ന് ആവി വന്നാൽ മതി. ആവി വന്നതിൻ്റെ ശേഷം നമുക്കൊരു ഇലേൻ്റെ ചുഴ വരുന്നത് നല്ല രസമല്ലേ. ഒരു ഇല വിരിച്ച് വെച്ച ഒരു പാത്രത്തിലേക്ക് ഇത് ആവി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് അയക്കാം. പെട്ടെന്ന് വരും ആവി. പക്ഷേ ഈ ആവി വരണമെന്നുണ്ടെങ്കിൽ ഈ പൊടി ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ഒരിക്കലും ആവി വരില്ല കേട്ടോ. ഈ പൊടി ഓവർ നനയരുത്. ഇങ്ങനെ നനഞ്ഞാൽ തന്നെ ഇങ്ങനെ വീഴുന്ന നനവ് വേണം, കട്ട ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് ചൂടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പുട്ടുംകുറ്റി ഇല്ലെങ്കിൽ ഇത് ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് മൊത്തത്തിൽ ആവി ഒളിച്ചിട്ട് എടുത്തിട്ട് പിന്നെ പുട്ട് പോലെ ഉണ്ടാക്കിയാലും മതി. ഇത് വേഗമാവും, അടുത്തത് വേഗമാവും.
സ്റ്റീം ചെയ്തെടുത്ത പുട്ട് ഇതേമാതിരി ഉണ്ടാവും. കുറച്ച് ഒന്ന് ചൂടുള്ള സമയത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ ആദ്യം പുട്ടിന് നമ്മൾ ഉപയോഗിച്ചത്. ഈ വെള്ളത്തിൽ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത്ര ഉപ്പിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് നനച്ച് കൊടുക്കുക. ശരി, ആ നനയ്ക്കുമ്പോൾ വീണ്ടും അത് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ പോവുക. കട്ടയൊക്കെ ഒന്ന് പോയി സോഫ്റ്റായി വരും. നനയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നനയ്ക്കാൻ. ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് ടൈം സക്സസ് ആവില്ല, സെക്കൻഡ് ടൈം സക്സസ് ആവില്ല. ടേക്ക് ഇറ്റ് ആസ് 4th ടൈം സക്സസ്. ഓക്കെ, ഈ ഒരു പരുവത്തിൽ ഇതാ വീണ്ടും ഒരു സോഫ്റ്റ് ടെക്സ്ചർ, ഈ ഒരു ടെക്സ്ചറിൽ കേട്ടോ. ആ കട്ട വേണ്ട, ഒന്ന് നനച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇത് സാധാരണ പുട്ട് ചുടുന്ന മാതിരി ചുട്ടെടുക്കാം. ഓക്കെ, ഇനി സാധാരണ പുട്ട് ചെയ്യുന്ന മാതിരി തന്നെ ആദ്യം ചില്ലിൻ്റെ അകത്ത് ചില്ലിട്ടതിന് ശേഷം തേങ്ങ ഇടുക. തേങ്ങൻ്റെ ശേഷം ഈ പുട്ടിൻ്റെ ഈ കുഴച്ച് വെച്ച് ഇതൊരിക്കലും ഇങ്ങനെ കട്ടിയായിട്ട് വരരുത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇടുന്ന സമയത്തും അതിങ്ങനെ വേഗം വീഴണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇത് കുറച്ച് ഓവർ സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് കുത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് പുട്ടിൻ്റെ ആ അടുക്കായിട്ട് വരില്ല പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ. സാധാരണ പുട്ടുണ്ടാക്കുന്ന മാതിരി ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യരുത് കേട്ടോ, ആവി വരില്ല. ഇത് ഒരിക്കൽ ആവി കൊണ്ട പുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് കൂടി സ്റ്റീം എടുക്കാം. അപ്പോൾ പുട്ട് റെഡിയായി, കടലക്ക റെഡിയായി. എന്നാലും ഒരു ഓംലെറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓംലെറ്റിന് പകരം ഒരു ചെറിയ വ്യത്യാസമുള്ള സംതിങ് മോർ ലൈക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ്. ഓക്കെ, മുട്ട വറുത്തത്, മുട്ട ബുർജി എന്നൊക്കെ പറയും. ഓക്കെ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓംലെറ്റിന് സാധാരണ നമ്മൾ ഉള്ളി പച്ചമുളകൊക്കെ മുട്ടയിൽ ഇട്ടിട്ട് അടിക്കുകയല്ലേ ചെയ്യുക. ബുർജി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ മുട്ട സെപ്പറേറ്റ് അടിക്കുക ചെയ്യുക. ഉള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും തക്കാളിയും ഇതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുട്ട ഒഴിക്കുക ചെയ്യുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു 3 മുട്ടക്കുള്ള സാധനമാണ് ഇത്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഉള്ളി ഉണ്ട്, ഒരു 2 പച്ചമുളകുണ്ട്, ഒരു തക്കാളി ഉണ്ട്, ഒരു 10 കറിവേപ്പിലയുണ്ട്. വാടുമ്പോഴത്തേക്ക് മുട്ട ഒരു 3 മുട്ട, ഉള്ളിക്കും മുട്ടക്കും ആവശ്യമുള്ള ഉപ്പ്, ഉള്ളിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഒന്ന് എഗ് യോക്കും എഗ് വൈറ്റും ഒന്ന് ഒപ്പരം നല്ലോണം ഒന്ന് മിക്സ് ആവണം. സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്തില്ലേ ദ മോർ എയർ ഇൻ ടു ദ എഗ് ദ സോഫ്റ്റർ ഇറ്റ് ബിക്കംസ് എന്നാ പറയുക. നല്ലോണം നമ്മൾ ഫോക്കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ അല്ലേ നല്ലോണം എയർ കയറും. എത്ര എയർ കയറുന്ന അത്രയും സോഫ്റ്ററാവും. ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചെറുങ്ങനെ വടിയാൽ മതി. നമ്മൾ സ്ക്രാമ്പിളിലേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാല് കൊടുക്കൂലേ, വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാല് കൊടുക്കാം. ആ ഒരു ബബ്ലിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഓൺ ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നില്ലേ, അതേമാതിരി ഒന്ന് സോഫ്റ്റ് ആവാൻ ഒരിത്തിരി പാലൊഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലോ പശുമ്പാലോ ഇനി തുടക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് നല്ലോണം ഉള്ളിലേക്ക് കയറി. ഈ മുട്ട ബുർജി ഉണ്ടെങ്കിലേ വേറെ എല്ലാത്തിനും ലൈക്ക് ചപ്പാത്തീൻ്റെ കറിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. പുട്ടിന് തന്നെ മാത്രമല്ല, മേ ബി തലേന്ന് ബാക്കിയാവുന്ന ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ ബുർജി ഉണ്ടാക്കിയിട്ട് അതിലൊഴിച്ച് റോൾ ചെയ്താൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള നല്ല ടിഫിനായി. അതിനിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എല്ലാവർക്കും ടിഫിൻസൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, പിന്നെ പുട്ട് ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേമാതിരി മുട്ട ഇങ്ങനെ ചിക്കിയതിൻ്റെ ശേഷം ഈ പുട്ട് ഉടച്ച് ഇതിലേക്ക് ഇട്ട് കുറച്ച് കടലക്കറി ഒഴിച്ച് അങ്ങനെ ആകുമ്പോൾ പുട്ട് ബിരിയാണിയായി. ഇനി നോൺ വെജിറ്റേറിയൻ ബിരിയാണി പുട്ട് ബിരിയാണി ആണെങ്കിൽ ഇറച്ചിക്കറി കടലക്കറി വരും, ഇറച്ചിക്കറി ഒഴിക്കുക, കുറച്ച് ബുർജി, കുറച്ച് പുട്ട്, ഇതും കൂടി മിക്സ് ചെയ്താൽ അത് പുട്ട് ബിരിയാണി.
ഓക്കെ, അധികം ആവണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് ആയാൽ മതി. ആ ചൂടിനൊന്നിങ്ങനെ മുട്ട അധികം വന്നു കഴിഞ്ഞാൽ മുട്ട ഓവർ ഹാർഡാവുക ചെയ്യുക. അപ്പോൾ ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ ഓഫ് ചെയ്തിട്ട് ഇടുക. ഒരു 2 മിനിറ്റ് റെഡി. ഈ പെപ്പർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ട ബുർജി റെഡിയായി. ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെ മുട്ട ബുർജിയും കടലക്കറിയും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഘോഷായി. ഓക്കെ, ഐ തിങ്ക് ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാന്ന് തോന്നുന്നു. പുട്ടുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും ഞാൻ പറയുകയാണ്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് പുട്ട് പെട്ടെന്ന് വരില്ല. ഒരു 2-3 പ്രാവശ്യമൊക്കെ അത് ഭയങ്കര കട്ടിയൊക്കെ ആയിട്ട് വരും. മെല്ലെ മെല്ലെ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുട്ട് ഈസ് സംതിങ് ദ ഈസിയസ്റ്റ് തിങ് ടു മേക്ക്. ഇപ്പം നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക? ചപ്പാത്തി ആകുമ്പോൾ കുറേ ഇരുന്നത് കുഴക്കുകയൊക്കെ വേണ്ടേ? പുട്ടാകുമ്പോൾ നനച്ച് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഡിഷാണ്. ഒരു ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആൾ ഒരു 3-4 പ്രാവശ്യം ശ്രമിക്കുക, പിന്നെ നിങ്ങൾ പുട്ട് ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ മുട്ട ബുർജി, നല്ല ആവി പോണ പുട്ടും, ഓക്കെ, നല്ല കട്ടിയുള്ള കടലക്കറി പുട്ടിൻ്റെ മേലെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. Until then, goodbye from Amita Rishi.